പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഹബ്ബായി കേരളത്തെ മാറ്റി തീർക്കുവാനുള്ള വലിയ പരിശ്രമത്തിലാണ് LDF സർക്കാർ. നഗര റോഡുകൾ മുതൽ ഗ്രാമീണ റോഡുകൾ വരെ ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സർവതല സ്പർശിയായ സമഗ്ര വികസനം എന്ന LDF സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിയിലൂടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൂടി ഈ പൂർത്തിയാക്കിയ റോഡുകളിലൂടെ നമ്മൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതൊന്ന്, ഡിസൈൻ ചെയ്ത റോഡുകൾ നിർമ്മിക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, റോഡുകളെ പരമാവധി ഡിസൈൻ റോഡുകളാക്കി മാറ്റും. മറ്റൊന്ന്, റോഡുകൾ BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനമാണ്. ഇപ്പോൾ 14 ജില്ലകളിലായി പൂർത്തിയാക്കുന്ന 60ഓളം റോഡുകൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന ഈ പദ്ധതിയുടെ ഭാഗമായുള്ള 12 റോഡുകൾ ഉൾപ്പെടെ 60 റോഡുകൾ BMNBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. BMNBC റോഡാണെങ്കിൽ ഒരു 8-10 വർഷത്തേക്ക് ആ റോഡിന് മറ്റു കുഴപ്പമുണ്ടാകില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണം 1 കിലോമീറ്ററിന് ചെലവാകുന്നതിനേക്കാൾ 50 ലക്ഷം രൂപയാണ് BMNBC റോഡിന് അധികം ചെലവാകുക. ഈ ഗവൺമെന്റ് വന്ന ഉടനെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മൊത്തം റോഡുകളിൽ എത്ര ശതമാനം റോഡുകൾ BMNBC ആക്കി മാറ്റണമെന്ന് പൊതുവെ നിശ്ചയിച്ചു. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ BMNBC ആക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. അതായത് 30,000-ഓളം കിലോമീറ്ററാണ് കേരളത്തിലെ PWD റോഡുകൾ. അതിൽ 15,000 കിലോമീറ്റർ റോഡുകൾ 5 വർഷം കൊണ്ട് BMNBC റോഡുകളാക്കി മാറ്റണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇതിന്റെ ഭാഗമായി 140 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം രൂപീകരിച്ചു. അതിലൊരു നോഡൽ ഓഫീസർ നിശ്ചയിച്ചു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാണ് ഒരു നോഡൽ ഓഫീസറായി വന്നത്. അങ്ങനെ 140 നോഡൽ ഓഫീസർമാർ 140 മണ്ഡലങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും പരിശോധിച്ചു. CMT എല്ലാ മാസവും യോഗം ചേർന്നു. MLA-മാർ പങ്കെടുത്തും MLA-മാരുടെ പ്രതിനിധികൾ പങ്കെടുത്തും ആ യോഗം വളരെ ക്രിയാത്മകമായി ഫലപ്രദമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ടായി. അതിലൊരു പ്രധാന അജണ്ട BMNBC റോഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഫണ്ട് കൂടുതൽ വേണം, ചെലവ് കൂടുതലാണ്. എന്നാലും നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഓരോ 3 മാസവും എത്ര കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കണമെന്നുള്ള പരിശോധന നടത്തി. 2026 ആകുമ്പോൾ 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കണമെന്നുള്ള ലക്ഷ്യം ഈ തുടർച്ചയായ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി 3.5 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC റോഡുകളാക്കി മാറ്റി തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോ നമ്മളിവിടെ ഒത്തുകൂടുന്ന സർക്കാരിന്റെ 4 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ 60% റോഡുകളും BMNBC റോഡുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2026 ആകുമ്പോൾ 65%-ലധികം റോഡുകൾ കേരളത്തിൽ BMNBC റോഡുകളായി മാറും. കേരളത്തിൽ പൊതുവെ നാടിന്റെ വികസനവും നാടിന്റെ സമാധാനവും ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ 2026 ഒരു സർക്കാർ, ഇന്നത്തെ പോലെ ഒരു സർക്കാർ വന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിന്റെ 100% റോഡുകളും BMNBC ആക്കി മാറ്റി തീർക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമായിരിക്കും എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ നിലയിലേക്ക് കേരളത്തിലെ പശ്ചാത്തല വികസനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നഗരത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ 12 സ്മാർട്ട് റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള KRFB ആണ് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഡിസൈൻ റോഡുകളായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. കേബിളുകൾ പോകാനുള്ള ഡക്റ്റുകളും നടപ്പാതകളും ലൈറ്റിങ്ങും എല്ലാം വളരെ വ്യത്യസ്തമായാണ് നഗര റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങളത് കണ്ടിട്ടുണ്ട്.
മെയ് 20, 2021 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്ന സമയത്ത് പല സുഹൃത്തുക്കളും ശ്രദ്ധപ്പെടുത്തിയ ഒരു കാര്യം, നല്ല ടാർ ചെയ്ത റോഡുകൾ കുടിവെള്ളത്തിന് വേണ്ടി കുഴിക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ഇത് വളരെ ഗൗരവത്തിൽ തന്നെ സർക്കാർ കാണുകയും എല്ലാ വകുപ്പുകളും ഏകോപനത്തോടു കൂടി മുന്നോട്ട് പോയി ഇതിന് ഒരു പോർട്ടൽ സംവിധാനത്തോടു കൂടി ഇത് പരിഹരിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ, പുതിയ റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കി മാറ്റാൻ, ഡക്റ്റുകളുള്ള റോഡുകളാക്കി മാറ്റാൻ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഈ സ്മാർട്ട് റോഡുകളുടെ പ്രത്യേകത, ഈ റോഡുകൾ ഡക്റ്റുകളിൽ കുടിവെള്ള കണക്ഷൻ കേബിളുകൾ അതുപോലെ തന്നെ വൈദ്യുതി ഒക്കെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഈ റോഡുകൾ കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാകുന്നത്. ചെറിയ റോഡുകൾ ഡിസൈൻ റോഡുകളാക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യഘട്ടത്തിൽ കരാറുകാരായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചത്. ആ കരാറുകാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ടായി. റിസ്ക് ആൻഡ് കോസ്റ്റ് ടെർമിനേഷൻ എന്നുള്ളതാണ് അതിൽ എടുത്തിട്ടുള്ള നിലപാട്. അതിന്റെ ഭാഗമായി ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ റിസ്ക് ആൻഡ് കോസ്റ്റ് ടെർമിനേഷൻ എന്നത് മാത്രമല്ല, 11,44,00,000 രൂപ പെർഫോമൻസ് ഗ്യാരണ്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുന്ന നിലപാട്, കർക്കശമായ നിലപാട് സ്വീകരിച്ചു. പ്രവൃത്തി വൈകിപ്പിച്ചതിന് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ തന്നെ അവർക്ക് നൽകുന്നതിൽ സർക്കാർ മുഖം നോക്കാതെ നിലപാട് സ്വീകരിച്ചു. പിന്നെ പ്രവൃത്തി എങ്ങനെ നടത്തണമെന്നുള്ള കാര്യത്തിൽ ധാരണ ഉണ്ടാക്കലാണ് പ്രശ്നം. പല റോഡുകളും വെട്ടിപ്പൊളിച്ച അവസ്ഥയായിരുന്നു അപ്പോൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രവൃത്തി അടിയന്തരമായി നടത്തേണ്ട സാഹചര്യവുമാണ്. ഈ സാഹചര്യത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് ഒരുപാട് തടസ്സമുണ്ടായി. ഓരോ റോഡും മുറിച്ചുകൊണ്ട് വ്യത്യസ്ത കരാറുകൾ നൽകുക എന്നുള്ളതായിരുന്നു അതിലൊരു തീരുമാനം. അതിന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. മുഖ്യമന്ത്രി ഇതിന് പരിപൂർണ പിന്തുണ നൽകുകയും ഈ 12 റോഡുകളും 12 ടെൻഡർ വിളിച്ചുകൊണ്ട് അതിന്റെ പ്രവൃത്തി നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടു. എല്ലാം ഒരുമിച്ചാണ് പ്രവൃത്തി നടത്തിയത്. അതോടൊപ്പം അതിനെ വീണ്ടും ലഘൂകരിക്കാൻ സിവിലും ഇലക്ട്രിക്കലും 2 കരാറാക്കി മാറ്റി. അതും ഏറെ ഗുണം ചെയ്തു. അതായത് ഒരേ സമയത്ത് എല്ലായിടത്തും പ്രവൃത്തി നടക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തി. അത്തരമൊരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമായിരുന്നു നമുക്കിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ ഇവിടെ ഒത്തുകൂടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതിനെ വലിയ നിലയിൽ വിമർശിച്ചവരുണ്ട്. പക്ഷെ ആ വിമർശിച്ചവരുൾപ്പെടെ ഇപ്പോ അന്ന് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന സ്ഥിതിയാണുള്ളത്. പ്രവൃത്തി ആരംഭിച്ചപ്പോഴും പലവിധ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വീതി കുറഞ്ഞ റോഡുകളിൽ ഡക്റ്റ് ഉൾപ്പെടെ സ്ഥാപിക്കുമ്പോൾ നിലവിലുള്ള യൂട്ടിലിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ പ്രവൃത്തി നടത്തണമായിരുന്നു. അതിലെല്ലാവരും ഉദ്യോഗസ്ഥരെല്ലാവരും ഫീൽഡിൽ വലിയ നിലയിൽ ഇടപെട്ടു. വാട്ടർ അതോറിറ്റി, KSEB, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനം വളരെ കൃത്യമായി ഉറപ്പുവരുത്തി. ഈ ജില്ലയിലെ മന്ത്രിമാർ അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചു. നഗരത്തിലെ MLA-മാർ അതിന്റെ ലീഡർഷിപ്പായി നിന്നു. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ എല്ലാ തരത്തിലും എല്ലാവരും ഇടപെട്ടു. പ്രവർത്തികൾ നിരന്തരം അവലോകനം നടന്നു. ഓഫീസിലുള്ളവർക്ക് റോഡിന്റെ ചുമതല പ്രത്യേകമായി നൽകി. എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് നടന്നത്. എല്ലാ പ്രതിസന്ധിയും ഒരു ടീമായി നിന്നുകൊണ്ടാണ് മറികടക്കാനായത്. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെയാണ് ഇപ്പൊ ഈ 12 റോഡുകളും. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറും നഗരത്തിലെ MLA-മാർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, അതുപോലെ തന്നെ ശ്രീ പ്രശാന്ത് ഉൾപ്പെടെയുള്ള നഗരത്തിലെ MLA-മാർ അതിൽ വലിയ പങ്കുവഹിച്ചു. ഇവിടെ ഈ ജില്ലയിലെ മന്ത്രിമാർ ശ്രീ V. ശിവൻകുട്ടി, അതുപോലെ തന്നെ ശ്രീ GR അനിൽ ഇതിന്റെ എല്ലാ കാര്യത്തിലും എല്ലാ നിലയിലും ഇടപെട്ടു. സ്മാർട്ട് സിറ്റി ഫണ്ട് അത് ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയർ ശ്രീ പ്രശാന്തും അതുപോലെ തന്നെ നിലവിലെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെയും പ്രത്യേകം ഇതിൽ അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.